വേളാങ്കണ്ണി, ശിവഗംഗ എന്നീ സ്ഥലങ്ങളിലെ യാത്രയ്ക്ക് ശേഷം ഏകദേശം 6 മാസത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഒരു തമിഴ്നാട് യാത്രയ്ക്ക് ഇറങ്ങുന്നത്. ഇത്തവണ പോകുന്നത് ചെന്നൈയിലേക്കാണ്. വൈഫ് ജോലി സംബന്ധമായി ചെന്നൈയിലായതിനാൽ ചെന്നൈയിലേക്കൊരു യാത്ര പോകണമെന്ന് ഒരാഗ്രഹമുണ്ടായിരുന്നു. ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും അവധി കഴിഞ്ഞ് ജയ 30-ാം തീയതി ചെന്നൈയിലേക്ക് മടങ്ങിപ്പോയി. മോൾക്കിനി 5 ദിവസം സ്കൂൾ അവധിയാണ്. ന്യൂ ഇയറിൻ്റെ ആഘോഷമെല്ലാം കഴിഞ്ഞ് 1-ാം തീയതി കിടന്നുറങ്ങിയപ്പോഴും പിറ്റേന്ന് ചെന്നൈക്ക് പോകണമെന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. 2-ാം തീയതി രാവിലെ പതിവിലും നേരത്തെ ഉണർന്നു. രാവിലെയുള്ള പതിവ് നടത്തത്തിന് ഇനിയും 1 മണിക്കൂർ കൂടെ ബാക്കിയുണ്ട്. വെറുതെ കിടക്കാമെന്ന് കരുതി. യഥാർത്ഥത്തിൽ അപ്പോഴാണ് ചെന്നൈയിലേക്കൊരു യാത്ര പോയാലോ എന്ന് തീരുമാനമുണ്ടായത്. പിന്നെ ഒട്ടും താമസിച്ചില്ല. എഴുന്നേറ്റ് നോക്കിയപ്പോൾ മോള് നല്ല ഉറക്കം. എന്തായാലും അവളെ വിളിക്കേണ്ടെന്ന് കരുതി. നേരത്തെ അവളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോഴൊരു ചെന്നൈ യാത്ര പോയേക്കുമെന്ന്. പ്രത്യേകിച്ച് തയ്യാറെടുപ്പൊന്നും ഇല്ലാത്തതിനാൽ കയ്യിൽ കിട്ടിയ ഡ്രസ്സെല്ലാം ഒരു ബാഗിനകത്ത് കുത്തി നിറച്ചു. മോനും ചേച്ചിയും നല്ല ഉറക്കത്തിലാണ്. ഒരുപക്ഷെ ചേച്ചി എണീറ്റ് കഴിഞ്ഞാൽ യാത്ര നടന്നൊന്നും വരത്തില്ല. എന്തൊക്കെയോ എടുക്കാൻ മറന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു. മുൻകൂട്ടി പ്ലാൻ ചെയ്യാത്തതിനാൽ ബൈക്ക് ഒന്ന് സർവീസ് ചെയ്യുകയോ ചെക്കപ്പ് നടത്തുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ ചെന്നൈയിൽ നിന്ന് ഹൈദരാബാദിലേക്കൊരു ട്രാൻസ്ഫർ ഉണ്ടാകുമെന്ന് ജയ സൂചിപ്പിച്ചിരുന്നു. ശരിക്കും ആ ഒരു കാരണം കൊണ്ടാണ് ചെന്നൈ യാത്ര ഇത്ര പെട്ടെന്ന് വയ്ക്കാമെന്ന് കരുതിയത്. ബൈക്കുമെടുത്ത് ഇറങ്ങിയപ്പോൾ പതിവായി പ്രഭാത സവാരിക്ക് ഇറങ്ങുന്നവർ നടന്നു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. നേരിയ മഞ്ഞുമുണ്ട്. തമിഴ്നാട്ടിലേക്ക് എപ്പോഴും പോകുന്ന പതിവ് റൂട്ട് തന്നെ വച്ചുപിടിച്ചു. പണി പൂർത്തിയാകാതെ കിടക്കുന്ന നമ്മുടെ പുതിയ കന്യാകുമാരി ഹൈവേ. അഞ്ചലിക്കോണം എന്ന സ്ഥലം വരെ മാത്രമേ ഈ ഹൈവേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നേരെ കളിയിക്കാവിളയിലേക്ക് ബൈ റോഡ് കയറി വേണം പോകാൻ. നേരിയ മഞ്ഞിൽ ഈ ഹൈവേ വഴിയുള്ള ബൈക്ക് റൈഡിങ് അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. കളിയിക്കാവിള ഇറങ്ങി ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോഴേക്കും എൻ്റെ ബൈക്കിന് ചുറ്റുമായി ഒരാൾ നടന്ന് നോക്കുന്നത് കണ്ടു. പുള്ളിക്കാരന് ഇങ്ങനെ യാത്ര പോകുന്നതൊക്കെ വളരെ ഇഷ്ടമാണ്. ബൈക്കിൻ്റെ പെട്രോൾ ടാങ്കിൽ ഒട്ടിച്ചിരുന്ന യാത്രാ മാപ്പിൻ്റെ ഫോട്ടോയൊക്കെ പുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വെച്ച് തന്നെ പുള്ളി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തു. എല്ലാവരുടെയും മനസ്സിൽ ഒരു ബൈക്ക് യാത്രയുടെ ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അതിൽ റിസ്ക് ഫാക്ടർ ഒരു വശം എന്നുള്ളത് സത്യമാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മീറ്റർ റീഡിംഗ് നോക്കാൻ മറന്നു. കളിയിക്കാവള വെച്ച് നോക്കിയപ്പോൾ 49,325 തുടക്കം. ബ്രേക്ക്ഫാസ്റ്റിനായി ആലുവാൾ മൊഴിക്കടുത്ത് നിർത്തി. താഴക്കുടി നീലകണ്ഠൻ എന്ന ഈ ഹോട്ടൽ എനിക്ക് റെക്കമെൻഡ് ചെയ്തത് എൻ്റെ ഫ്രണ്ട് രാജഗോപാലാണ്. എപ്പോൾ ഇതുവഴി പോയാലും ഇവിടെ ഇറങ്ങി ദോശയോ വടയോ കഴിച്ചിട്ടേ പോകാറുള്ളൂ എന്ന് പറഞ്ഞതിന് കാരണമുണ്ട്. ഇവിടുത്തെ ദോശയും വടയും നല്ല സ്വാദാണ്. ആലുവാൾ മൊഴി മുതലാണ് ശരിക്കുമുള്ള ഹൈവേ ആരംഭിക്കുന്നത്. ഇവിടെ നിന്ന് ഇനി നേരെ തിരുനെൽവേലി, മധുര, തൃച്ചി, അങ്ങനെയാണ് ചെന്നൈക്ക് പോകേണ്ട റൂട്ട്. ചെന്നൈ പോകുന്ന വഴിയിൽ വിസിറ്റ് ചെയ്യാത്ത മിക്കവാറും ഡിസ്ട്രിക്റ്റുകളെല്ലാം വിസിറ്റ് ചെയ്തായിരിക്കും പോകുന്നത്. ഇന്ന് ആദ്യം പോകുന്നത് മധുരയിലേക്കാണ്. തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈ വരെ 777 കിലോമീറ്ററും മധുര വരെ 314 കിലോമീറ്ററുമാണ് ദൂരം. വളരെ മനോഹരമായ ഈ ഹൈവേയിൽ കൂടി ആസ്വദിച്ച് വാഹനം ഓടിക്കുന്നുവെങ്കിലും വീടിനെക്കുറിച്ചുള്ള നൊസ്റ്റാൾജിയും ഒറ്റയ്ക്കുള്ള യാത്രയിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാലോ എന്നുള്ള ഒരു ചെറിയ ഭയവും ഉള്ളിലുണ്ട്. ഈ ഹൈവേകളിൽ കൂടി വാഹനങ്ങൾ 100-ലും 120-ഉം കിലോമീറ്റർ സ്പീഡുകളിലാണ് പോകുന്നത്. അതിനിടയിൽ കൂടി നമ്മൾ 2 വീലർ പോകുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. തിരുനെൽവേലി എത്തിയപ്പോഴേക്കും വീണ്ടും ഒരു കാപ്പി കുടിക്കാനായി ഇറങ്ങി. മിക്കവാറും എല്ലാ കോഫി ഷോപ്പുകളിലും ഹോട്ടലുകളിലും അയ്യപ്പ ഭക്തന്മാരുടെ തിരക്കാണ്. തമിഴ്നാട്ടിൽ ചായയേക്കാളും എപ്പോഴും നല്ലത് കോഫിയാണ്. അവരുടെ ഫിൽട്ടർ കോഫിക്ക് ഒരു പ്രത്യേക രുചിയാണ്. വൈകുന്നേരം 3 മണിയോടുകൂടി തൂങ്കാത്ത നഗരം അല്ലെങ്കിൽ ദ സിറ്റി നെവർ സ്ലീപ്സ്, ടെമ്പിൾ സിറ്റി എന്ന പേരിൽ അറിയുന്ന മധുരയിൽ എത്തിച്ചേർന്നു. പാണ്ഡ്യ രാജവംശത്തിൻ്റെ തലസ്ഥാനമായ മധുര AD 920 ചോള രാജവംശം പിടിച്ചെടുക്കുകയുണ്ടായി.
1223 പാണ്ഡ്യരാജാക്കന്മാർ ചോളന്മാരിൽ നിന്നും മധുര തിരിച്ച് പിടിച്ചെടുത്തുവെങ്കിലും 1335 മാലിക് കഫൂറിൻ്റെ നേതൃത്വത്തിൽ ഡൽഹി സുൽത്താൻമാർ മധുര പിടിച്ചെടുക്കുകയുണ്ടായി. 1378 വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി മാറിയ മധുര പിൽക്കാലത്ത് ബ്രിട്ടീഷ് അധീനതയിൽ എത്തുകയുണ്ടായി. മധുര മീനാക്ഷി ക്ഷേത്രത്തിലും റിനോവേഷൻ വർക്ക് നടക്കുകയാണെന്ന് തോന്നുന്നു. എല്ലാം പച്ച ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് കെട്ടിയിരിക്കുന്നത് കണ്ടു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ വന്നപ്പോൾ ഇത്രയും തിരക്ക് അനുഭവപ്പെട്ടില്ലായിരുന്നു. ഇപ്പോൾ ക്ഷേത്രത്തിന് അടുത്തേക്ക് ചെല്ലുന്നതിന് തടസ്സമായ ബാരിക്കേഡുകളും മറ്റും ഒരുപാട് കാണപ്പെട്ടു. 2000 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഈ ക്ഷേത്രത്തിൽ ശിവനെ സുന്ദരേശനായും പാർവതിയെ മീനാക്ഷിയായും ആണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പാണ്ഡ്യരാജാവായ മലയധ്വജ പാണ്ഡ്യനും ഭാര്യ കാഞ്ചനമാലയ്ക്കും ഒരു മകൾ പിറക്കുകയും സ്വർഗത്തിൽ നിന്ന് ഒരു അശരീരി കേട്ട പ്രകാരം രാജാവ് ഈ കുട്ടിയെ മകനായി വളർത്താൻ തീരുമാനിക്കുകയും അവൾക്ക് തടാടകൈ എന്ന പേരിടുകയും ചെയ്തു. പിന്നീട് ശിവനെ യുദ്ധത്തിൽ കണ്ടുമുട്ടിയപ്പോൾ അവൾക്ക് താൻ പാർവതിയുടെ അവതാരമാണെന്ന് തിരിച്ചറിയുകയും ചെയ്തെന്നാണ് ഐതിഹ്യം. മീനിൻ്റെ കണ്ണിൻ്റെ ആകൃതിയിലുള്ള അക്ഷി, അതെങ്കിൽ കണ്ണ് ഉള്ളവൾ എന്ന അർത്ഥത്തിലാണ് മീനാക്ഷി എന്ന പേര് വന്നത്. ഈ ക്ഷേത്രത്തിലെ 1000 കൽ മണ്ഡപം ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ വൈദഗ്ധ്യം വിളിച്ചോതുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്തുന്ന തിരുക്കല്യാണമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. മധുര മീനാക്ഷി ക്ഷേത്രം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സമയം 6 മണി കഴിഞ്ഞിരുന്നു. തിരിച്ച് വീട്ടിലേക്ക് പോയാലോ എന്നുള്ളൊരു ആശയം വന്നതുകൊണ്ട് ട്രിച്ചി ഭാഗത്തേക്ക് 30 കിലോമീറ്ററോളം പോയ ശേഷം തിരിച്ച് മധുരയിൽ തന്നെ വന്ന് 9 മണിയോടുകൂടി മധുരയിൽ നൈറ്റ് സ്റ്റേ ചെയ്യാമെന്ന് തീരുമാനിച്ചു. മധുര ജില്ലയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. തമിഴ്നാട്ടിലെ മറ്റൊരു ജില്ലയുടെ വിശേഷവുമായി വീണ്ടും കാണാം. താങ്ക്